ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഈദ് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് പോകണം, പിന്നെ രാവിലത്തെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ അധികം വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് വൈകിയാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നു. നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടെ കിടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു കേട്ടോ. ഇനിയിപ്പം എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ്. മുറ്റമൊക്കെ ഒന്ന് അടിച്ച് ഇപ്പം അകത്തും ചെറുതായിട്ടുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്നലെ ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. പാത്രം മാത്രം കല്ലെണീച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒതുക്കി പെറുക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഫുഡ് കഴിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീടിൻ്റെ ഉള്ളൊരു സ്മെല്ലും പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ബാക്കിയുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ പരിപാടികൾ കേട്ടോ. അപ്പോൾ ഇന്ന് പോകാനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല ഉഷാറിൽ പരിപാടികളൊക്കെ തീരും. അതാണ് വേറൊരു കാര്യം. ഇനിയിപ്പോൾ അതാ ഞാൻ ഈ ഒരു സ്റ്റാൻഡിലുള്ള പോട്ടൊക്കെ ഒന്ന് വെള്ളം നനക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം വന്ന് അങ്ങനത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ പ്ലാന്റിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. പിന്നെ അകത്തുള്ള പ്ലാന്റ്സൊക്കെ ഒന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് പോവുക. ഇനിയിപ്പോൾ വെറുതെ അകത്ത് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി വന്നിട്ട് പിന്നെ എല്ലാം അകത്തേക്ക് തിരിച്ചു കയറ്റും. അങ്ങനെയൊക്കെ. അപ്പോൾ ഈ സ്റ്റാൻഡിലുള്ളത് ആന്തൂറിയും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഞാൻ ഈദിൻ്റെ തലേ ദിവസം നനച്ചതാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ റഫീക്ക ഉള്ളപ്പോൾ രാവിലെ റഫീക്ക ഉള്ളപ്പോൾ ഞാൻ ജസ്റ്റ് റഫീഖാനെ കൊണ്ടൊന്ന് വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുക്കേണ്ട ആ ഒരു സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് റഫീഖാൻ്റെ അടുത്ത് എടുത്തു തരുമോ എന്ന് ചോദിച്ചതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ വല്ലപ്പോഴും എടുപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പ്ലാന്റ്സൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് എല്ലാം നനച്ചു കൊടുത്തു. ഇനി അകത്തെ ചെറുതായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ റഫീഖക്ക് പെട്ടെന്ന് ഇന്ന് ലീവായിരുന്നു കേട്ടോ. അതായത് ഇതിൻ്റെ അന്നും അതിൻ്റെ പിറ്റേ ദിവസം ലീവ് എടുക്കലാണ് സാധാരണ. കാരണം നമ്മൾ രണ്ടാമത്തെ ദിവസമാണല്ലോ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അടുത്ത ദിവസമാണ് പിന്നെ ഡ്യൂട്ടിക്ക് പോവുക. പക്ഷേ ഇന്ന് രാവിലെ ഒരു ഹാങ്ങിങ് ഡെത്ത് ഉണ്ട് കേട്ടോ. സ്റ്റേഷനിൽ സ്റ്റേഷനിൽ തന്നെ ഒരു ഡെത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ അതാ റഫീഖ കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം പോകണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാനൊന്നും നേരമില്ല, ഒന്നും ആക്കണ്ട, ഞാൻ പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ അവിടെ ഇട്ടിട്ട് വന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പോകുമ്പോഴത്തേക്കും പിന്നെ ആക്കി കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാനും വേണ്ടി തുടങ്ങിയല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ ആക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് തന്നെ മീൻ പത്തിരിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെമ്മീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ കുറച്ച്. അപ്പോൾ അതെടുത്തിട്ടൊരു മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേഗം നമ്മളെ ഒറോട്ടിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഒന്ന് വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് പച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുഴുങ്ങലരിയില്ലേ, അത് അരച്ചെടുത്താൽ മതി കേട്ടോ. അരച്ചിട്ട് കുറച്ച് നമ്മളെ പത്തിരിപ്പൊടി, നൈസ് പത്തിരിൻ്റെ പൊടി, പച്ചരിൻ്റെ പൊടി ഏതായാലും കുറച്ചൊന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആക്കി കൊടുത്താൽ മതി. കുറേ ആക്കണ്ട, മാക്സിമം വെള്ളം കുറച്ച് അരക്കുക. എന്നിട്ട് മറ്റേ പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ അങ്ങനെ ചെയ്യുക. ഇനി അല്ലെങ്കിൽ നമ്മളെ പത്തിരിപ്പൊടിയില്ലേ, നൈസ് പത്തിരിൻ്റെ പൊടി, അപ്പം പൊടിയൊക്കെ അതെ ഇടിയപ്പത്തിൻ്റെ പൊടി, അതൊക്കെ തിളച്ച വെള്ളത്തിൽ നമ്മൾ നൈസ് പത്തിരിക്ക് എടുക്കുന്ന പോലെ വാട്ടി നല്ല സോഫ്റ്റായിട്ട് വാട്ടിയെടുത്താലും മതി കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി മസാലേൻ്റെ കാര്യങ്ങളും കൂടെ നോക്കട്ടെ. അതിലേക്ക് നമ്മളെ മാവിലേക്ക് കുറച്ച് തേങ്ങയും ജീരകം അരച്ച് ചേർക്കണം. ഞാൻ മാവ് ഒന്നൊരു 10 മിനിറ്റ് അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ച് വേഗം മാവ് മാത്രം ഒന്ന് കുഴച്ചെടുത്തതാണ് കേട്ടോ. അത് ചേർക്കണം. ഇനിയിപ്പോൾ അത് ഞാൻ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു 2 സവാള എടുത്തോ. സവാളയും ഒരു പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. തക്കാളിയും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തു. ഒരുപാട് വേണ്ടണ്ട, എന്നാലും അത്യാവശ്യം വേണ്ടി വരണം. അതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഒരു പേരിന് മതി അതൊക്കെ. എന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതൊക്കെ നമുക്ക് എരിവിനും ഒക്കെ അനുസരിച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി കേട്ടോ, വേറെ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തു. ഞാൻ ഒരുപാട് വഴറ്റി ആക്കുന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മളെ മീനില്ലേ, ചെമ്മീനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മതി, കുറഞ്ഞ അളവിൽ മതി കേട്ടോ. അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടും. അതും കൂടെ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു. ആ ഒരു ചെമ്മീൻ വേവുന്ന സമയം കൊണ്ട് തന്നെ ആ മസാലയൊക്കെ
മസാലയൊക്കെ അതിൽ പിടിച്ച് ആ സവാളയൊക്കെ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി ഒന്ന് സെറ്റായി നല്ല മസാലയായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ, ഒരു അരക്കപ്പ് തേങ്ങ, പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ വലിയ ജീരകം, ഒരു 2-3-4 ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും മാവിൽ ചേർത്ത് കൊടുത്തു കേട്ടോ. ഉപ്പും അതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതാ വാഴയിലയിൽ പരത്തിയെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സ്പീഡായിട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, കാരണം റഫീഖ സ്പീഡായിട്ട് റെഡി ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വേഗം ഇത് കൊടുത്ത് വിടാം, എന്നിട്ട് എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമല്ലോ. ചായ കുടിക്കാണ്ട് പോയാൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് കുടിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് ഞാൻ ഇച്ചിരി വേഗം ആക്കുന്നതാണ്. ഇനിയിപ്പോൾ ദാ ഒരു ഇലയിൽ, വാഴയിലയിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ക്ലീൻ റാപ്പോ അങ്ങനെ ക്ലീൻ റാപ്പല്ല, അലൂമിനിയം ഫോയിലില്ല, അതിൽ വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. വാഴയിലൊന്നും കിട്ടാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പത്തിരിൻ്റെ ഷേപ്പിലൊക്കെ പരത്തി കൊടുക്കുക. ഞാൻ ആ ഒരു ഇലേൻ്റെ ഷേപ്പിലാട്ടോ പരത്തിയിട്ടുള്ളത്. നല്ലൊരു ഇലയൊന്നും ഇപ്പം ഇല്ല വീട്ടിൽ. റോബസ്റ്റ പഴത്തിൻ്റെ അതിൻ്റെ വാഴേൻ്റെ ആ ഒരു ഇലയാട്ടോ റഫീക്ക പറിച്ച് തന്നത്. അതേ ഉള്ളൂ നമ്മളെ വീട്ടിൽ. ബാക്കിയെല്ലാം കുരങ്ങന്മാർ നശിപ്പിച്ചു. ഇനിയിപ്പോൾ ആ മസാലയില്ലേ, ഞാനൊരു 2 പത്തിരിക്കുള്ളതേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ മസാല ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ, ബീഫ്, ചിക്കന്, മീൻ, അയില മീനില്ലേ, അതൊക്കെ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഞാനിപ്പോൾ കയ്യിലുള്ളത് മീൻ ഇതായതുകൊണ്ട് ഇതെടുത്തുന്നേ ഉള്ളൂ. എന്ത് വെച്ചാലും വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇറച്ചി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, മറന്നു പോകണ്ട. ഇനി ഒരു പത്തിരിയും കൂടെ അതുപോലെ വാഴയിലയിൽ പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഇതാ ഈ സൈഡ് ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അല്ല അതിൻ്റെ മുകളിൽ നിന്ന് വാഴയില എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ മൊത്തത്തിലല്ല, സൈഡ് ഭാഗം മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. വേഗം ഒട്ടിക്കിട്ടും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് നമ്മളെ കറണ്ടടുപ്പിലാട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ ഹൈ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് അത്രയും മതി കേട്ടോ, അത് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഞാൻ ആ ഒരു വേവുന്ന സമയം കൊണ്ട് അടുത്തതും കൂടെ ഒന്ന് പരത്തി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി കഴിഞ്ഞല്ലോ, ഇനി അതൊന്ന് വെന്ത് കിട്ടുക എന്നുള്ളതുള്ളൂ കേട്ടോ, റഫീഖക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വീഡിയോയിലേക്ക് നമ്മളെ ഇത് വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയിട്ടാണ്. നമുക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ എല്ലാവർക്കും തന്നെ വീഡിയോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ. ഓരോരോ കാര്യങ്ങളും ഓരോരുത്തർ വീഡിയോയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. നല്ല റിസ്ക് എടുത്തിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. എല്ലാം അങ്ങനെ തന്നെയാണ്. ഇത് വീഡിയോ ആകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് നല്ല റിസ്ക് ഉണ്ട്. അപ്പോൾ അതിനുള്ള എഫേർട്ടിനുള്ള ഒരു പ്രതിഫലം എനിക്ക് തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. അതിനിപ്പോൾ റഫീഖ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം ഒഴിച്ചു വെച്ചു, പത്തിരിയും അവിടെ റെഡിയാക്കി വെച്ചു. ചൂടുള്ളത് കഴിക്കൂല കേട്ടോ. എനിക്ക് ചൂടോടെ ബിരിയാണി, ചൂടോടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇഷ്ടമാണ്. പക്ഷേ റഫീഖക്ക് ഒട്ടും ചൂട് പറ്റൂല. അപ്പോൾ ഞാൻ വേഗം അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. റഫീഖ ഡ്രസ്സ് ഒക്കെ മാറ്റി വന്നപ്പോഴത്തേക്കും തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റഫീഖ പോയി. എന്തെല്ലോ കാര്യങ്ങളുണ്ട് കേട്ടോ, അങ്ങനെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സമാധാനത്തിലിരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. റഫീഖാൻ്റെ കൂടെ ഇരുന്നില്ല, കാരണം റഫീഖ തന്നെ ഇടപെടിയെന്ന് കഴിച്ചിട്ട് ഓടുകയാണ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ മുന്നേ അയില വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ അയില വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുടെ കണ്ടു നോക്കിക്കോ. നല്ല ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഗസ്റ്റ് വരുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുക. ഇതിൻ്റെ വലുതായിട്ടോ ചെറുതായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ അതിന് ശേഷം ഞാൻ ബെഡൊക്കെ ഒന്ന് ഒരുക്കി, അകൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി അടിച്ചു വാരണം, തുടക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാടിങ്ങനെ വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല. ഹാളിൽ നമ്മൾ എല്ലാവരും ഫുഡ് കഴിച്ചതിൻ്റെ അതിൻ്റെ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വേസ്റ്റ് കാര്യങ്ങളല്ല, ആ ഒരു സ്മെല്ല് നിൽക്കും. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിച്ചാൽ ആ ഒരു അകത്തൊക്കെ ആ ഒരു സ്മെല്ല് കിട്ടും. പിന്നെ ഈ ഒരു ഡീപ്പായിട്ടുള്ളൊരു ക്ലീനിങ് കഴിഞ്ഞാലാണ് ഞാൻ ജനലൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ലൊരു ഫ്രഷ് സ്മെല്ല്, നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ആ ഒരു ഫ്രഷ് സ്മെല്ല് വീട്ടിൽ തന്നെ നിലനിൽക്കും. അല്ലെങ്കിൽ ആ ഒരു റൈസിൻ്റെയും ഒക്കെ ഒരു സ്മെല്ല്, ബിരിയാണീൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലായിരിക്കും നമ്മൾ വീട്ടിലുണ്ടാവുക. അപ്പോൾ എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ. ഏട്ടത്തിയും മക്കളൊക്കെ രാവിലെ തന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അവർ പോയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ വേഗം പോകണം എന്ന് വിചാരിച്ചിട്ടാണ് വേഗം ചെയ്തത്. പക്ഷേ റഫീഖാനെ ഇങ്ങനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചില്ലേ, അപ്പോൾ പിന്നെ എനിക്കറിയാം എന്തായാലും കുറച്ച് സമയമാവും, ഉച്ചയാവും എന്തായാലും. ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ ഇങ്ങനെ പോയിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ഉച്ചയാകുമ്പോഴത്തേക്ക് എന്തായാലും വരുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ എപ്പോഴാണ് വരിക എന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ ഉപ്പ വിളിച്ചപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ.
അപ്പോൾ ഞാൻ റഫീഖാനെ വിളിച്ചു നോക്കിയിട്ടില്ല കേട്ടോ, കാര്യം തിരക്കാണ്. ഞാൻ ഒരു തവണ വിളിച്ചപ്പോൾ നല്ല തിരക്കാണ്, ഫോണൊന്നും എടുക്കുന്നില്ല. പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല, ഇനിയിപ്പോൾ കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ പതുക്കെയാണ് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക് റഫീഖാൻ്റെ പെങ്ങളൊക്കെ വരും. റഫീഖാൻ്റെ ചെറിയ പെങ്ങളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഒരുക്കി വെക്കാണ്ട് ചെയ്യുന്നത്. കാരണം പിന്നെ നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും പിന്നെ പൊതുവേ എനിക്ക് അങ്ങനെ തിരിച്ച് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു പണി ഇഷ്ടമല്ല കേട്ടോ. അലക്കലും എല്ലാം കഴിഞ്ഞിട്ട് വേണം പോകാൻ. അങ്ങനെ ആയിട്ട് തിരിച്ച് വരുമ്പോൾ നല്ല സന്തോഷമായിരിക്കും വരുമ്പോൾ. ഇല്ലെങ്കിൽ ഭയങ്കര മടിയായിരിക്കും കേട്ടോ. ഒന്നാമത് നമ്മളെ വീട്ടിൽ പോയിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ നമുക്കൊരു ഉഷാറുണ്ടാവില്ല മീൻസ് ഒരു മടിയൊക്കെ വരുമല്ലോ തിരിച്ച് വരുമ്പോൾ. അപ്പോൾ അതുണ്ടാവില്ല കേട്ടോ. ഫുൾ പണി തീർത്തിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും കേട്ടോ തിരിച്ച് വരുമ്പോൾ. ഇനിയിപ്പോൾ കിച്ചണിൽ നമ്മൾ തലേദിവസം എടുത്തിട്ടുള്ള പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, ഉണക്കാൻ വേണ്ടി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് എടുത്തു വെക്കട്ടെ. പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ ഇന്നലെ കഴുകിയിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ സമയം കിട്ടിയപ്പോൾ രാവിലെ രാത്രിയൊക്കെ ആയിട്ട് ഇങ്ങനെ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഉണങ്ങി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ റാക്കിലേക്കും ഒക്കെ ഒന്ന് എടുത്തു വെക്കാനേ ഉള്ളൂ. പിന്നെ സാധാരണ നോർമൽ ഡേയിലാണെങ്കിൽ നമ്മൾ പാത്രങ്ങൾ കഴുകിയ ഉടനെ തന്നെ നമ്മൾ എടുത്തു വെക്കില്ല. അത് റാക്കിലേക്ക് ബാസ്ക്കറ്റിൽ വെച്ചിട്ട്, അതായത് ഡിഷ് റാക്കിൽ വെച്ചിട്ട് പിന്നെ ഡ്രൈ ആയതിനു ശേഷം, ഒന്നുകിൽ തുടച്ചതിന് ശേഷം ഇല്ലെങ്കിൽ അത് അവിടെ കിടന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ തിരിച്ചെടുത്ത് വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളെ കിച്ചൺ കബോർഡും കാര്യങ്ങളൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ടിരുന്നോളൂ കേട്ടോ. ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ലാതെ. പിന്നെ സമയം 11 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അലക്കാൻ മെഷീനിലൊന്നും ഇടാനില്ല. റഫീഖാൻ്റെ പുതിയ മുണ്ട് അങ്ങനത്തതൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെത് അങ്ങനത്തൊക്കെ കുറേയൊന്നുമില്ല, കുറച്ച്. അപ്പോൾ അത് കല്ലിൽ ഞാൻ അലക്കിയിട്ടു. അതൊന്ന് ആറിടാനും കൂടെ ഉണ്ട്. തുടക്കലും കൂടെ കഴിഞ്ഞ് നമ്മൾ പണി കഴിഞ്ഞു. ഈ തുടക്കുന്ന സാധനം അടിപൊളിയാട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത് എന്താ മാഡം മോപ്പ് എന്നാട്ടോ. അത് മാത്രമേ ഉള്ളൂ. ഞാൻ ക്യാമ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ സാധാ വ്ളോഗ് കാണിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാട്ടോ, അതിനെക്കുറിച്ച് കാണിക്കാം. അടിപൊളി സാധനം കേട്ടോ. നല്ല സ്പീഡിൽ തുടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ റഫീഖ വന്നിട്ടുണ്ട്, റഫീഖ കുളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റുക, അയൺ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് ഇടുന്ന ഡ്രസ്സ്. ഒരു ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ്. റഫീഖാൻ്റെ ഷർട്ടും ഒരു വൈറ്റ് കളറിലാണ് കേട്ടോ. പിന്നെ അന്നെടുത്ത ചെരുപ്പ് ഇതാണ് കേട്ടോ. ഞാൻ ആ ഒരു ഓറഞ്ച് ചുരിദാറിലേക്കെന്നല്ല, മൊത്തത്തിൽ എടുത്തൊരു ചെരുപ്പ് അങ്ങനെയുള്ളൂ. ഞാൻ ഇന്ന ചുരിദാറിലേക്ക് ഇന്ന ചെരുപ്പ് അങ്ങനെയൊന്നും എടുക്കില്ല കേട്ടോ. എനിക്ക് തോന്നിയത് ഇഷ്ടപ്പെട്ടത് എടുക്കും, അത് പറ്റുന്ന ചുരിദാറിലേക്ക് ഇടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ സമയം 2 മണി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. അപ്പം ഇനിയിപ്പോൾ റഫീഖക്ക് ഒന്നുകൂടെ സ്റ്റേഷനിൽ കയറേണ്ട കാര്യമുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ഫോട്ടോസും എടുക്കണം. അപ്പോൾ എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടോ കേട്ടോ, വീഡിയോ നിങ്ങൾ കണ്ടോ, ഞാൻ കാര്യങ്ങൾ പറയാം. ഒരു ഹാങ്ങിങ് ഡെത്ത് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് എന്താ പറയുക ഉള്ള ആൾ, നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന ആളുണ്ടാവുമല്ലോ, ആ ആൾ സ്റ്റേഷൻ തന്നെ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ നമ്മളെ ഷവറിൻ്റെ കുളത്തില്ലേ, കുറ്റിയില്ലേ, ഷവറില്ല, അതിൻ്റെ കുറ്റിയുമ്പോൾ ഇങ്ങനെ ഷർട്ടിൻ്റെ കൈ വെച്ചിട്ട് ഹാങ് ചെയ്തു, അതായത് തൂങ്ങി മരിച്ചു എന്ന് വേണം പറയാൻ. അതിങ്ങനെ എന്താ പറയുക, ഹാങ്ങിങ് ഡെത്ത് എന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ ഒരു കൈ ഇങ്ങനെ കഴുത്തിൽ കെട്ടിയിട്ട് ഒരു കൈ അതിൻ്റെ മുകളിലും കെട്ടിയിട്ട് അങ്ങനെ മരിച്ചു കേട്ടോ. അപ്പോൾ മരിക്കാനാണെങ്കിൽ അത്രയേ ഉള്ളൂ കേട്ടോ, കാര്യങ്ങൾ നോക്കിയാൽ. അപ്പോൾ നമുക്കത് വിടാം. അപ്പോൾ അതൊക്കെ ആയിരുന്നു സ്റ്റേഷനിലെ ഇഷ്യൂസ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതിന് ശേഷം റഫീഖ പോയി വന്നതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഡ്രസ്സിൽ നമ്മൾ ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇനി ഫാമിലി ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിൻ്റെ വീഡിയോൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അസർ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വൈകുന്നേരം ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ അവരോട് വീട്ടിലുള്ളവരോട് അവർക്കറിയാം എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ റഫീഖ സ്റ്റേഷനിലാണുള്ളത്, അപ്പോൾ നമ്മൾ അങ്ങനെ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇതാ എത്തുന്നത്. അപ്പോൾ ഇന്ന് സാധാരണ നമ്മൾ എന്തായാലും 3 മണി 2 മണിയൊക്കെ ആവും അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇവർ നമ്മളെ കാത്തു നിൽക്കും കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ റഫീഖാനോട് തലേ ദിവസം തന്നെ സുഹൃത്താൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ പെരുന്നാളിൻ്റെ അന്ന് രാത്രി. അപ്പോൾ ഞാൻ പറഞ്ഞു രാത്രി തന്നെ പോകാം, രാവിലെ ഇനിയിപ്പോൾ അവിടെയും കൂടെ അല്ലെങ്കിലേ നമ്മൾ രണ്ടാളും വേഗം ഇറങ്ങൂല. അപ്പോൾ ഓരോരോ കാര്യങ്ങളുണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതും കൂടെ ഇന്ന് തന്നെ അവിടെ പോവാം. ഇനിയിപ്പോൾ പിറ്റേ ദിവസം നമ്മൾ റെഡിയായി ഇവിടെ വരുമ്പോൾ അത്രയും സമയം പിന്നെയും പോവില്ല. എത്ര നോമ്പായി? 10 നോമ്പ് കൊടുത്തോ? ഫുള്ളായോ? സത്യം പറയും, ഗിഫ്റ്റിന് വേണ്ടിയിട്ട് കള്ളം പറയാൻ പാടില്ല കേട്ടോ. മുഹമ്മദ് കുട്ടാപ്പി പറയണ്ട. മട്ടൻ ബിരിയാണിയാ? ടേസ്റ്റ് പറയും. ആരുണ്ടാക്കി? പിടുത്തം ടേസ്റ്റാ. തിന്നോക്കിട്ട് പറഞ്ഞു എന്നാ മതി. ഉണ്ടോട്ടാണു ഇവിടോക്ക് ഇലയോ നിലത്തുന്നോ? കയ്യില് വായോ? ഒരു പെണ്ണ് ഇട്ട് കൊടുത്താ ഹവ്വ. ഞാനല്ലേ ഞാൻ ഇന്റെ ഇതിനെട്ട് അപ്പം അങ്ങനെ നേരത്തെ വരണം എന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല എന്നാണ് കേട്ടോ പറഞ്ഞു വന്നത്. അപ്പോൾ വാവനെ സുഹൃത്താൻ്റെ കൊടുക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ വന്നത്. ഇനി കുറേ പേര് ചോദിക്കും, ഞാനതാണ് പറയാൻ വിട്ടും പോട്ടെ സംസാരത്തിൻ്റെ ഇടയിൽ. അപ്പോൾ വാവ ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് കൂട്ടുകയാണ് ചെയ്യാം. മുഹമ്മദിൻ്റെ മുഖത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മുഹമ്മദ് വീണതാട്ടോ ആക്സിഡൻറ്റ്. എന്താ പറയുക, ഇതിൻ്റെ തലേ ദിവസം മുറ്റത്ത് വീണു, ഓടിക്കളിച്ചിട്ട് വീണു. ഓൻ്റെ മുകളിലൂടെ ഓൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വീണ്, കളിക്കാൻ വന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനും കൂടെ വീണിട്ട് മുഖത്തൊക്കെ പാടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. നല്ല കിട്ടിയ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ, കഴിച്ചു നോക്കട്ടെ.
അപ്പോൾ ബിരിയാണി കണ്ട പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടത്തി വെച്ചതായിരുന്നു. പക്ഷേ ഏട്ടത്തി വെറുതെ എന്നോട് പറഞ്ഞു ഉപ്പ വെച്ചതാണ് കേട്ടോ. കാര്യം ഏട്ടത്തി എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റം നമ്മൾ കണ്ടുപിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ വെറുതെ പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. മുഹമ്മദ് പിന്നെ റഫീഖാനെ കണ്ടാൽ പിന്നെ അവിടെ നിന്ന് മാറൂല കേട്ടോ. റഫീഖാൻ്റെ കൂടെ തന്നെ ഉണ്ടാവേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കുറച്ച് സമയം വെറുതെ ഇരുന്നപ്പോൾ ആ കുട്ടികൾ ലുഡോ കളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. മാറ്റിച്ചോ. മൂന്ന് വിട്ടില്ലേ? ഓള് വിട്ടില്ലേ? നിങ്ങളിപ്പോ എനിക്ക് ഇടാൻ പറ്റൂല. നിങ്ങള് പുള്ളിത് ഒന്നും ആക്കുന്നില്ലല്ലോ. ഒന്ന് കഴിഞ്ഞു ഒന്നിറക്കും. അവക്കളിണ്ട് അവക്കളിണ്ട് കള്ളക്കളി കളിക്കരുത്. അപ്പൊ 4 കഴിഞ്ഞോ? ഒന്ന് കഴിച്ചു. അതല്ല, അത് ഓളതല്ല, അത് നിങ്ങളതല്ലേ. അന്നിവിടെ തീറ്റയ്ക്ക് ഞങ്ങളവിടെ പച്ച അല്ല അതായില്ല, ആളില്ല ഇവിടെ, ആളില്ല. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ചായ കുടിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ റെസിപ്പി പറഞ്ഞു തരാം. നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഓടിച്ചൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. പച്ചരിയില്ലേ, പച്ചരി ഒരു 3 മണിക്കൂറെങ്കിലും പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് ഒന്ന് ഊറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് അരിക്ക്, ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml അത്രയുള്ള ഒരു കപ്പ് അരിക്ക്, അതായത് 1/4 കിലോ, അതിലേക്ക് ഒരു 3 അച്ച് അല്ലെങ്കിൽ 3 പീസ് ശർക്കര. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര, അപ്പോൾ ഡൗട്ട് വേണ്ടല്ലോ. അത് ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുക്കുക. അത് നമ്മൾ അതിലേക്ക് വിരൽ ഇട്ടാൽ പുള്ളിപ്പോകരുത്. നമുക്ക് വിരലിടാൻ പറ്റണം, എന്നാൽ അത്യാവശ്യം ചൂടും ഉണ്ടാവണം. പൊള്ളുന്ന ചൂടല്ല, ആ ഒരു ചൂടുണ്ടല്ലോ. അതോടെ നിങ്ങൾ മിക്സിൻ്റെ ജാറിലേക്ക് അരി ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. ഞാനിപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു എന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒരു 1/4 കപ്പ് ചോറ്, ഏതരിൻ്റെ ചോറായാലും കുഴപ്പമില്ല, 1/4 കപ്പ് തേങ്ങ ഇത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്ക മുഴുവനായി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അരച്ചെടുക്കുക. ഫൈനായിട്ട് അരക്കണ്ട, ഞാൻ കാണിച്ചു തരാം. ഒരു തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരുപാട് ശർക്കര അങ്ങ് ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ പച്ചരിൻ്റെ വെള്ളവും കൂടെ ആക്കിയിട്ട് ലൂസായിട്ട് എടുക്കരുത് കേട്ടോ. അപ്പം ഞാൻ കണ്ടോ ഏകദേശം തിക്കായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ആ ഒരു രീതിയിൽ അരച്ചെടുക്കുക. പിന്നെ എന്താ പറയുക, നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് പോലെയല്ല, നെയ്യപ്പത്തിൻ്റെ മാവ് കുറച്ച് തിക്കായിട്ടല്ലേ ഉണ്ടാവുക, ഒരുപാട് തിക്കാവുകയും ചെയ്യരുത്. ആ ഒരു തിക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദ ഇട്ട് കൊടുക്കും. മൈദക്ക് ഇത്ര അളവ് കണക്കൊന്നുമില്ല കേട്ടോ. ആ ഒരു തിക്നെസ് ഞാൻ കാണിച്ചു തരാം. ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കിക്കോ, ആ ഒരു രീതിയിൽ നിങ്ങൾ ആക്കി എടുത്താൽ മതി. അതാവാൻ വേണ്ടിയിട്ടുള്ള മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഒരുപാട് നിങ്ങൾ മൈദ ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും ടങ്ങ് ടൈറ്റായി പോയി എന്ന് വിചാരിക്കുക. ടൈറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആ ശർക്കരയുടെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ചെറു ചൂടോടെ കേട്ടോ, തിളക്കരുത്, തണുപ്പും വേണ്ട. ആ ഒരു വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് കറക്റ്റ് ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഒരു രീതി നിങ്ങൾ നോക്ക്. ഇനി അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ. പിന്നെ ചെറിയ ജീരകം വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക, തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക, എള്ള് ചേർത്ത് കൊടുക്കുക കേട്ടോ, കറുത്ത എള്ള്. അപ്പോൾ എൻ്റെ അടുത്ത് എള്ള് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇതെൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കിടിലൻ ടേസ്റ്റാണ് ഈ ഒരു നെയ്യ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അരച്ചിട്ട് നമ്മൾ വെക്കുന്നൊന്നുമില്ല കേട്ടോ. അരച്ചത് ഇങ്ങനെ എടുത്തുകൊണ്ടൊന്നും നമ്മൾ ചുടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാ എണ്ണ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങളുടെ ഇഷ്ടത്തിന്
എടുക്കാം കേട്ടോ. നെയ്യപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ നെയ്യൊന്നല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എണ്ണ ഒരുപാട് ചൂടായി ഇങ്ങനെ പുകയരുത്. നമ്മളിങ്ങനെ ഒരു നുള്ളു മാവിട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ പുകഞ്ഞ ആ ഒരു എണ്ണയല്ല. അതിലേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഫ്ലെയിം കൂട്ടിക്കൊടുത്തോ. എന്നിട്ട് 2 ഭാഗം ഇതുപോലെ ഗോൾഡൻ കളറാക്കിയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് നെയ്യപ്പം വേവിച്ചെടുക്കുക. നെയ്യപ്പം ചൂടുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ജംഷി റെസിപ്പീസ് നെയ്യപ്പം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ, ഫ്ലോപ്പായി പോകില്ല. നല്ല എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റ്, നമ്മൾ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് എത്ര ദിവസം വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഭയങ്കര സോഫ്റ്റ് എന്നല്ല കേട്ടോ പറയുന്നത്. ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാൻ മറന്നു പോയതാട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ റെസിപ്പി കണ്ടു നോക്കുക. അതിൽ ഞാൻ കട്ട് ചെയ്തിട്ടും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിപ്പോൾ നെയ്യപ്പം കഴിക്കാനായിട്ട് ടേബിളിൽ ആളുകൾ വരി നിൽക്കുന്നുണ്ട് കേട്ടോ. ബീഫൊക്കെ ചൂടാക്കി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് വിട്ടുപോയതാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമ്മൾ നെയ്യപ്പവും ബീഫും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ഇതാ ഏട്ടത്തിൻ്റെ മോൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട് കേട്ടോ, ഷഫ്രി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നെയ്യപ്പവും ബീഫും കട്ടൻ ചായയും കഴിക്കട്ടെ. അപ്പോൾ ഇത് എല്ലാ പെരുന്നാളിലും ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുക. ഏകദേശം എല്ലാ വീട്ടിലും ഉണ്ടാകും ഉണ്ണിയപ്പവും ബീഫും, നെയ്യപ്പവും ബീഫൊക്കെ. അതിങ്ങനെ മാറിയിട്ടുണ്ടാവുമെന്ന് മാത്രം. ചിലർ നെയ്യപ്പം ഉണ്ടാക്കും, ചിലർ ഉണ്ണിയപ്പം ഉണ്ടാക്കും, അങ്ങനെ. അതിൻ്റെ കൂടെ ചിലർ മുളകിട്ട് ബീഫ് വരട്ടുണ്ടാക്കും. നമ്മൾ ഈ ഒരു ഉമ്മാൻ്റെ ഈ ഒരു മല്ലിയൊക്കെ ഇട്ടിട്ടുള്ള, മല്ലിയും മുളകും എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ബീഫ് വരട്ടാണ് കേട്ടോ. അതിനുശേഷം അപ്പോൾ എല്ലാവരും മഗ്‌രിബൊക്കെ നിസ്കരിച്ച്, മഗ്‌രിബ് നിസ്കാരം ഓത്തും എല്ലാം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുട്ടികളതാ ഫുൾ കളിയാണ്. അപ്പോൾ റഫീക്ക വീണ്ടും സ്റ്റേഷനിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിയതാണ്. പിന്നെ കോൾ ചെയ്തപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ചെല്ലേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ നിന്നതാണ്. അതാണ് ഡ്രസ്സ് മാറ്റി നിങ്ങൾ കാണുന്നത്. അവിടെ നിർത്തി നോക്കട്ടെ, ഷെഡിട്ടിട്ടില്ല. റഫീക കട്ടൻ ചായ വേണോ? വേണോ കട്ടൻ? ആ എന്താ ആരത് രാജാവോ? അവിടെ നിർത്താ ഫേസ്ബുക്ക്. ഹലോ, ഇവിടെ ഓടിക്കാന് ഇവിടെ അതിനുശേഷം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ രാത്രി എന്താ ഫുഡ് കഴിക്കുക, കിടക്കുക, ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്നാൽ നമുക്കൊരു ഫ്രീ ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ എണീറ്റ് വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കാര്യങ്ങൾ ഒക്കെ നോക്കുകയാണ്. ഉമ്മയും ഏട്ടത്തിയും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ അജ്മി പുട്ടുപൊടി പോലത്തെ ഒരു പുട്ടുപൊടിയാണ് കേട്ടോ. ഇത് കളർ ചേഞ്ച് ആയിട്ടിരിക്കുന്നത് കുത്തരിയില്ലേ, കളറുള്ള അരി, അതാണ്. ഇതിങ്ങനെ പച്ചവെള്ളത്തിൽ, അതായത് നമ്മൾ അജ്മി പുട്ട് നനക്കൂലേ, പൊടി നനക്കൂലേ, അതുപോലെ കുറച്ച് സമയം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. എന്താ പറയുക, ഒരു വർഷത്തോളം ഇരുന്ന പൊടിയാണ് കേട്ടോ. അത് കേടോ ഒന്നും വരില്ല. അപ്പോൾ അതിൻ്റെ പുട്ട് ഉമ്മ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഏട്ടത്തി ഇതാ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. റഫീക്ക രാവിലെ പോയിട്ടാ, രാവിലെ ഡ്യൂട്ടിൻ്റെ എന്ന് പറഞ്ഞിട്ട് രാവിലെ പോയിട്ടുണ്ട്. ജസ്റ്റ് ചായയും നെയ്യപ്പവും പഴവും അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. ബ്രേക്ക്ഫാസ്റ്റ് ആക്കണ്ട, നേരമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ഉപ്പ രാവിലെ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇത് ബോട്ടിയില്ലേ, പോത്തിൻ്റെ ബോട്ടി, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. റഫീഖ് ഇന്നലെ വന്നപ്പോഴേ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഉപ്പാനോട് ബോട്ടിയില്ലേന്ന്. അങ്ങനെ അതാ ഉപ്പ രാവിലെ പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ
നമ്മൾ അങ്ങനെ വാങ്ങിക്കലില്ല കേട്ടോ. നമ്മൾ വീട്ടിലൊന്നും ഉപ്പ ഇവിടെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിക്കുകയാണ് ചെയ്യുക. കാര്യം നല്ലത് അങ്ങനെ അറിയുന്ന അവർക്കൊക്കെ അല്ല അറിയുള്ളൂ. അപ്പോൾ ഉപ്പ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടുന്ന് കഴിക്കും. അത്രയേ ഉള്ളൂ. നമ്മളെ വീട്ടിലൊന്നും ഇത് വാങ്ങൂല കേട്ടോ. കറക്റ്റ് പോത്തിൻ്റെ ഒന്നും കിട്ടൂല. അപ്പോൾ അത് കാരണം പിന്നെ അതാ ചെറുപയറുണ്ട്, ചെറുപയർ പരിപ്പ് ശർക്കര ഒക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് പായസം ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഉപ്പ നെയ്യപ്പവും പായസവും ഉണ്ടാക്കണം എന്ന് ഇന്നലെ രാത്രിയേ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇന്ന് ഉച്ചക്കത്തേക്ക് അങ്ങനത്തേക്ക് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടുക്കളയിൽ ജസ്റ്റ് നിൽക്കുന്നേ കാണുന്നുള്ളൂ. ഞാൻ കാര്യമായിട്ട് പണികളൊന്നും ഇന്ന് ചെയ്യുന്നില്ല കേട്ടോ. കാര്യം ഇന്നലെയൊക്കെ നല്ല തിരക്കും വീഡിയോ എടുക്കലും ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് ഞാൻ വലിയ പണികളൊന്നും എടുക്കുന്നില്ല. കുട്ടിയെ മുഹമ്മദിനെ എടുക്കുന്നത് അതൊക്കെ തന്നെ, വീഡിയോ എടുക്കുന്നത് അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ വീഡിയോ കുറച്ച് മോളില്ലേ ഓളും എടുത്തു തരുന്നുണ്ട്. ഉപ്പതാ വേഗം ബോട്ടിയൊക്കെ മുറിച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചായ കുടി കഴിഞ്ഞാൽ കേട്ടോ പണികൾ അങ്ങോട്ട് എന്താ പറയുക, ലഞ്ചിലേക്കുള്ള പണികളൊക്കെ തുടങ്ങാൻ പറ്റുള്ളൂ. ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ. ഇവിടെ റഫീക്ക നിൽക്കാൻ വന്നാലില്ലേ ബ്രേക്ക്ഫാസ്റ്റ് വേഗമാവും. കാരണം റഫീക്കക്ക് വേഗം പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഉമ്മ വെറുതെ പറയും റഫീക്ക് ഉണ്ടാകുന്നതാണ് നല്ലതെന്ന് കേട്ടോ. കാര്യം ചായപൊടിയും ഉണ്ടാക്കലും കാര്യങ്ങളും വേഗം കഴിയും. പൊതുവേ നമ്മളെല്ലാവരും കൂടി ആകുമ്പോൾ കുറച്ച് വൈകിപ്പിക്കുമല്ലോ. റഫീക്ക് ഉണ്ടാകുമ്പോൾ സാധാ രീതിയിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആവലുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി കുഞ്ഞാമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കിച്ചണിലുണ്ട്. ഏട്ടത്തി അവിടെ ചെറുപയർ പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഏട്ടത്തിൻ്റെ ചെറുപയർ പായസം അടിപൊളി ടേസ്റ്റ് ആട്ടോ. എനിക്ക് അങ്ങനെ എല്ലാവരും ചെറുപയർ പായസവും ഇഷ്ടമല്ല. അപ്പോൾ ഏട്ടത്തി അവരെ വീട്ടിൽ ചെറുപയർ പായസവും പൈനാപ്പിൾ പായസമൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈദിന്. അപ്പോൾ ഈദിന് എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്നും പോകില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെറുപയർ പായസം അത് പറഞ്ഞപ്പോൾ കൊതിയായിട്ടാണ്. അങ്ങനെ ഓള് പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബോട്ടിയൊക്കെ വെന്ത് ഉപ്പാക്കുള്ളത് റെഡിയാക്കുകയാണ് കേട്ടോ ആദ്യം. കാരണം ഉപ്പാക്ക് അങ്ങനെ എരിവ് അങ്ങനത്തെ ഒന്നും പറ്റൂല, ഒട്ടും എരിവ് പറ്റൂല. അപ്പം അങ്ങനെ ജസ്റ്റ് ഒരു പിഞ്ചൊക്കെ കുരുമുളക് പൊടി ഇട്ടിട്ട് ഉപ്പാക്കുള്ളത് വേറെ തന്നെ ആക്കുക ചെയ്യുക. കാര്യം കുറച്ചൊന്നും എരിവില്ലാതെ നമുക്കും പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ വേറെ തന്നെ ആക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മളെ ചെറുപയർ പായസം ഇവിടെ റെഡി ആവുന്നുണ്ട്. ഞാൻ റെസിപ്പി എടുക്കാമെന്നാണ് വിചാരിച്ച പായസത്തിൻ്റെ. പക്ഷേ ഞാൻ വന്നപ്പോഴത്തേക്കും പകുതി പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് പറയാനാന്ന് വിചാരിച്ചിട്ട് എന്തെടുക്കാനാന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കി ഞാൻ അങ്ങ് വെറുതെ കാണിക്കാം കേട്ടോ ചെയ്തത്. റെസിപ്പി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് എപ്പോഴെങ്കിലും ചെയ്യാം കേട്ടോ. അടുത്ത് വീട്ടിൽ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ പായസം സെറ്റായിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല കേട്ടോ. ഞാൻ ഒരു കപ്പ് പായസം എടുത്തിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ എനിക്ക് അതിനുള്ള സമയം കിട്ടില്ലല്ലോ. വീഡിയോ എടുക്കലും നമ്മൾ ഉണ്ടാക്കലും പണികളും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് കുടിക്കലൊന്നും നടക്കില്ല. ഞാനങ്ങനെ കുറേ പായസമൊന്നും കുടിക്കില്ല കേട്ടോ. ഒരു ഗ്ലാസ് കുടിക്കും. അതൊന്ന് ആസ്വദിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. നല്ല ചൂടോടുള്ള പായസമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് പണിയൊന്നും ഇതിനില്ല. സാധാ വേറുള്ള പായസത്തിൻ്റെ പണിയൊന്നും ഇതിനില്ല. പക്ഷേ സംഭവമൊക്കെ പെർഫെക്റ്റായിട്ട് അതിൻ്റെ മിക്സിങ് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടില്ല ടേസ്റ്റും കേട്ടോ. ആ ഒരു വറവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെറുപയർ പായസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കുള്ള ബോട്ടിയും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ആദ്യമൊന്നും ഈ ബോട്ടി ഞാനൊന്നും കഴിക്കൂലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വല്ലപ്പോഴുമാണ് വാങ്ങുക. അപ്പം അങ്ങനെ നമുക്കെല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ലഞ്ചൊക്കെ ആയി നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ആർക്കും നെയ്ച്ചോറ് ബിരിയാണി അങ്ങനത്തേനോടൊന്നും താല്പര്യമില്ല കേട്ടോ. സാധാ ഫുഡ് കഞ്ഞി ഇതൊക്കെ മതി എന്നാട്ടോ പറയുന്നത്. ഇന്നലെ രാത്രിയും നമ്മൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അടുത്തിൻ്റെ മക്കളും നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ്. ഉമ്മയും ഉമ്മാൻ്റെ അനിയത്തിയും വേറൊരു കുടുംബക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് വർത്താനം പറയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിളമ്പി തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ അവരും വന്ന്. നല്ല സാധാ ഡിഷാണ് കേട്ടോ. ഇതൊക്കെ കഴിക്കാനാട്ടോ തോന്നുന്നത്. പരിപ്പ് കറി, മോര് കറി, നമ്മുടെ കുമ്പളങ്ങ വെച്ചിട്ടുള്ള മോര് കറിയില്ലേ, അങ്ങനത്തെ സാധാ ചീരപ്പേരി, അതൊക്കെ കേട്ടോ നമുക്ക് നോമ്പ് കഴിഞ്ഞപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം വരുന്നത്. ഇന്നലെ രാത്രിയില്ലേ താളിച്ചതും, ഇവിടെ ചീര ഉണ്ട് കേട്ടോ, ചീര താളിച്ചതും ഉണക്കൽ പൊരിച്ചതും ഒക്കെ ആയിരുന്നു കേട്ടോ. റഫീഖക്ക് ബിരിയാണി ഉണ്ടായിരുന്നു. റഫീഖ് ഉണക്കലൊന്നും കഴിക്കില്ല. അപ്പോൾ നമ്മൾ താളിച്ചതും അങ്ങനത്തെയൊക്കെ കഴിച്ചു.
അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മളെ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോവാണ് കേട്ടോ. ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിൽ, എൻ്റെ അമ്മോൻ്റെ വീട്ടിൽ അവിടെയൊക്കെ ഒന്ന് പോവാണ്. അപ്പോൾ ആ ഒരു ഇറങ്ങിയ സമയത്ത് നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഉപ്പാൻ്റെ പെങ്ങളെ വീട്ടിൽ, ഉപ്പാൻ്റെ മൂത്ത പെങ്ങളെ വീട്ടിലാട്ടോ വന്നിട്ടുള്ളത്, ഇടിയം വയൽ. അപ്പോൾ നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഇല്ലേ, ഇപ്പോൾ ഇവിടെ എത്താൻ നേരത്താണ് പറഞ്ഞത് ചിലപ്പം അമ്മായി അവിടെ ഉണ്ടാവില്ല കേട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, എന്തായാലും ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ അതിനുള്ളതൊരു സമയം കിട്ടിയിട്ടില്ല കേട്ടോ, അതാണ് സത്യം. പിന്നെ അതാ അവർ ഇവിടെ ഇല്ല കേട്ടോ. അമ്മായിൻ്റെ മോളെടുത്ത് പോയതാണ് കേട്ടോ. കാര്യം ഇതിൻ്റെ പിറ്റേ ദിവസമല്ലേ നമ്മൾ വരുന്നത്, പിറ്റേ ദിവസം ഇപ്പോൾ ഇത് 3ാമത്തെ ദിവസമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമല്ലോ. ഇതിൻ്റെ അന്ന് പിന്നെ നമുക്ക് വരാനും പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ മുന്നേ ഇവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെടികളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടവർക്ക് വീടും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കാണിച്ചു തരാം. കുറേ ബ്ലോസം ചെടികളും റോസും എല്ലാം ഉണ്ട് കേട്ടോ. ഇതിവിടെ ഇപ്പോൾ ആയിട്ട് അല്ല കേട്ടോ, പണ്ട് മുതലേ ചെടികളുണ്ട്. റോസൊക്കെ നല്ല രസമാണ് കാണാൻ. ഒരുപാട് ചെടികളുള്ള വീടാണ് കേട്ടോ. പണ്ട് മുതലേ അങ്ങനെ വീട് അല്ലാന്നേ ഉള്ളൂ, ചെടിയും മുറ്റും ഒക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മളൊക്കെ കുറേ വെക്കേഷൻ എന്താ പറയുക, കുറേ നിൽക്കാൻ വന്നിട്ടുള്ള വീടാണിത്. എന്താ പറയുക, നമ്മൾ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ 2 മാസം സ്കൂൾ കൂട്ടൂലേ, ഫുൾ നമ്മൾ ഇവിടെയാണ് ഉണ്ടാവുക. സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമാണ് നമ്മളെ വീട്ടിലേക്ക് പോകുള്ളൂ കേട്ടോ. അതെന്നെ കരഞ്ഞ് വിളിച്ചിട്ടാണ് പോവുക. ഉപ്പ വന്നിട്ട് അടി ഉണ്ടാക്കിയിട്ടൊക്കെയാണ് പോവുക. അപ്പം അങ്ങനെയൊക്കെ കുറേ ഓർമ്മകളുള്ള ഒരു വീടാട്ടോ നമുക്ക്. ഇപ്പോൾ വരാനും സമയമില്ല, എന്തെങ്കിലും ഇങ്ങനെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് വന്നു പോവാണ് കേട്ടോ ചെയ്യാം. അതൊക്കെ നമ്മളെ ചെറുതിലെ കുറേ നല്ല നല്ല ഓർമ്മകളുള്ള വീടാണ് കേട്ടോ ഇത്. നമ്മളെപ്പോഴും പറയും എല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് വരണം, നിൽക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഒരാൾക്ക് പറ്റുമ്പോൾ ഒരാൾക്ക് പറ്റില്ല, അങ്ങനെ വരാൻ പറ്റില്ലേ ഇല്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ അമ്മോൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉമ്മാൻ്റെ ആങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ കല്യാണത്തിനൊക്കെ വന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ടവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. 6 മൈൽ കേട്ടോ. അപ്പോൾ അവിടെ വന്ന് ഞാൻ അകത്ത് കയറി, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ പിന്നെ അതൊക്കെ വിട്ടുപോവുക. പിന്നെ ഇറങ്ങുമ്പോൾ എനിക്ക് ഓർമ്മയായപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ അമ്മായിൻ്റെ വീട്ടിൽ, അതായത് അടുത്ത് തന്നെയാണ് കേട്ടോ, ടൗണിലാണ് അമ്മായിൻ്റെ വീട്, 6 മൈൽ ടൗണിൽ. അപ്പോൾ അവിടെ അമ്മായിൻ്റെ ഉമ്മാൻ്റെ അടുത്ത്, ഉമ്മാക്ക് സുഖമില്ല. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെയും വന്നിട്ട്. അപ്പോൾ അമ്മായിൻ്റെ ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നതാണേ. ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ +2 ജീവിതം അമ്മായിൻ്റെ കൂടെയാണ് കേട്ടോ. +1 +2 ഒക്കെ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. അമ്മോനും ഇവിടെ ഇല്ല, അതുകൊണ്ട് അമ്മായിൻ്റെ കൂടെ ഞാനായിരുന്നു കേട്ടോ കൂട്ടനുണ്ടായിരുന്നു. അതാ
എവിടെ അപ്പം ഇതിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാട്ടോ, തറവാട്ടിലാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഇവിടെയും ചെറുപ്പത്തിൽ നമ്മൾ വീടൊന്നും ഇതല്ല കേട്ടോ, വീടൊക്കെ ആദ്യത്തെ വീടാണ്, പക്ഷെ അതും അടിപൊളി വീടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും നൊസ്റ്റാൾജിയാണ്, നമുക്ക് കുറേ ഓർമ്മകളാണ് ഇവിടെയൊക്കെ വരുമ്പോൾ. ഇവിടെ പിന്നെ തൊട്ടപ്പുറത്ത് നമ്മളെ മൂത്തമ്മാൻ്റെ വീടുണ്ട് കേട്ടോ, നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. കാര്യം നല്ല മഴ വരുന്നു. പിന്നെ എനിക്കും നാത്തൂനൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്, അപ്പം അങ്ങോട്ടേക്ക് പോകണം. ഏട്ടത്തിക്കും തിരക്കായിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതാ കുട്ടികൾ മാങ്ങ പറിക്കുമ്പോൾ കൊതിയാന്ന് കേട്ടോ. പണ്ട് ഞാനും ചെറിയ അമ്മോനും ഒക്കെ കൂടിയിട്ട് ഏട്ടത്തിയും ഒക്കെ കൂടിയിട്ട് മാങ്ങ പറിച്ചതും ഒക്കെ ഓർമ്മ വരുന്നു. ശരിക്കും കോമാങ്ങ എന്ന് പറയില്ലേ, ആ ഒരു മാങ്ങ കേട്ടോ. ഇതൊന്നും ഇപ്പോൾ നമ്മളവിടെയൊന്നും ഇല്ല കേട്ടോ, ഈ ഒരു മാങ്ങ. മാങ്ങയൊക്കെ പറിച്ചിട്ട് ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് തിന്നിട്ടോ നമ്മളെല്ലാവരും. അതിന് ശേഷം ഇതാ കട്ടൻ ചായയും പഴംപൊരിയും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ട് കേട്ടോ, അമ്മമാരെ ഭാര്യമാരും എല്ലാം ഉണ്ട്, ഒരാളില്ല കേട്ടോ, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഇതിൻ്റെ പിറ്റേ ദിവസത്തെ എൻ്റെ വീട്ടിലെ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം. വീഡിയോ നല്ല ലെങ്തിയാണ്, അപ്പോൾ സോറി കേട്ടോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ പ്രാവശ്യത്തെ ഈദ് നല്ല റാഹത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കുടുംബത്തിൻ്റെ അടുത്തും ഒക്കെ പോയപ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക, എല്ലാവരും കൂടെ കൂടുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഈദ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ഇപ്പം നിങ്ങൾക്ക് വീഡിയോ വരുന്നത് ഇതിൻ്റെ തലേ ദിവസത്തത് ഇതിൻ്റെ പിറ്റേ ദിവസത്തത്, അത് കഴിഞ്ഞ തൊട്ട് ദിവസത്തെ വീഡിയോകളാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. പിന്നെ ഇത് നമ്മൾ വന്നിട്ടുള്ളത് ഉപ്പാൻ്റെ വാഴ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.